ഇന്ന് ഞങ്ങൾക്ക് ആർക്കും ഓഫില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അതായത് പിള്ളേർക്ക് സ്കൂളിൽ പോകണം. പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് ആ വഴി തന്നെ ഡ്യൂട്ടിക്കും കയറാനുണ്ട്. അപ്പം ഞാൻ രാവിലെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. കാരണം ഒരുക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് ലഞ്ച് പാക്ക് ചെയ്ത് ഡ്യൂട്ടിക്ക് പോകേണ്ട കാരണം. പിന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ മിടുക്കിയായത് കാരണം എഴുന്നേറ്റ് വന്നപ്പോൾ താമസിച്ചു. പിന്നെ വേഗം മോള് പോർജ് മതിയെന്ന് പറഞ്ഞു. അവൾക്ക് പോർജ് ഉണ്ടാക്കാൻ വെച്ചു. ഇൻസ്റ്റൻറ്റ് പോർജാണ്. അതാകുമ്പോൾ അത് 2 മിനിറ്റ് മൈക്രോവേവ് വെച്ച് കഴിഞ്ഞാൽ ആകും. പിന്നെ ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് പിന്നെ നട്ട്സ് കഴിപ്പിക്കാനും വേണ്ടിയിട്ട് പല ഡിസൈനിലും പാറ്റേണിലും ഒക്കെ ആയിട്ട് പംകിൻ സീഡ്സും കാഷ്യൂ നട്ടും ഡ്രൈ ഗ്രേപ്സും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരാപ്പിളും കൂടെ മുറിച്ച് വെച്ചു. ആപ്പിൾ മുറിച്ച് വെച്ചത് കഷിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയുന്നത്, പതുക്കെ സോപ്പൊക്കെ ഇട്ടത് കഴിപ്പിച്ചു. മോന് പിന്നെ കുഴപ്പമൊന്നുമില്ല. അവന് പോർജൊന്നും വലിയ താല്പര്യമില്ല. അവന് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് മൂടാണേലും കുഴപ്പമൊന്നുമില്ല, ബ്രെഡിൻ്റെ മൂടാണേലും. പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അവൻ എത്ര ടോസ്റ്റ് വേണേലും തിന്നോളും. അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് പീനട്ട് ബട്ടർ. അപ്പോൾ ഇച്ചിരി സ്പ്രെഡ് തേച്ചിട്ട് പീനട്ട് ബട്ടർ കുറച്ചേറെ സ്പ്രെഡ് ചെയ്ത് അവൻ പിന്നെ ആപ്പിള് കഴിക്കാൻ മടിയാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ സോപ്പൊക്കെ ഇട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ലഞ്ച് പാക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ്. ഹാം സാൻഡ്വിച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നും എന്തെങ്കിലുമൊക്കെ സാൻഡ്വിച്ച് ഐറ്റംസ് ആയിരിക്കും കൊടുത്തു വിടുന്നത്. കാരണം അവർക്ക് കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ചോറൊക്കെ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് വല്ലാതായി പോകും. അത് കാരണം അതൊന്നും ഞാൻ കൊടുത്തു വിടാറില്ല. അപ്പം അവരുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു. ഒരു സ്നാക്സും ഒരു ഫ്രൂട്ടും പിന്നെ എന്തെങ്കിലും ബെൽ പെപ്പറോ കുക്കുമ്പറോ എന്തൊക്കെയുണ്ട് അതെന്തെങ്കിലും കട്ട് ചെയ്തും കൂടെ വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ബ്ലാക്ക് കോഫി ഇഷ്ടമാണ്. അപ്പോൾ ബ്ലാക്ക് കോഫിയും കൊടുത്തിട്ട് ഞാൻ എൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ ഉള്ള പരിപാടിയിലേക്കാണ്. എനിക്കിന്ന് 4 മണി വരെ ഡ്യൂട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും സാലഡ് പോലെ കൊണ്ടുപോകാമെന്ന്. പിന്നെ എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമായ കാരണം ഈ വെജിറ്റബിൾസ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ചീസും കൂടെ കൊണ്ടുപോകാമെന്ന് ഓർത്ത്. ഇത് മൈൽഡ് ചെദാറ. ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ചീസ് എനിക്ക് ഇഷ്ടമില്ല, മൈൽഡായിട്ടുള്ള ഇഷ്ടം. അതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് പിന്നെ ഈ ഒരു സോസ് ഉണ്ട്, നന്ദൂസിൻ്റെ പെരി പെരി സോസ്. ഈ സോസ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്ത് സാധനവും കഴിക്കും. ഭയങ്കര നല്ല എരിവുണ്ട്, പക്ഷെ നല്ല എന്താ പറയുന്നത്, സാലഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ എൻ്റെ ലഞ്ചും പാക്ക് ചെയ്ത് ഞാനിപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു ആക്ടിമലിൻ്റെ ഡ്രിങ്കും കൂടി എടുക്കുന്നുണ്ട്. കുടിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായി. യോഗ ഡ്രിങ്കാണ്. അതെല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചപ്പോൾ ഓർത്തെ എന്നാൽ പിന്നെ ഓരോ മുട്ടയും കൂടെ കഴിച്ചേക്കാമെന്ന്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഡ്യൂട്ടി സ്ഥലത്ത് എന്നാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ ഒരു പുഴുങ്ങിയ മുട്ട കൊണ്ടുപോയാണ് കഴിക്കാറ്. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാമല്ലോ. അങ്ങനെ ഞാൻ 3 മുട്ട ഞങ്ങൾക്ക് 3 പേർക്കും പുഴുങ്ങാൻ വെച്ചു. എൻ്റെ മുട്ട ഞാൻ പാക്ക് ചെയ്ത് വേറെ എടുത്തു. പിള്ളേരുടെ മുട്ട അവരെ കൊണ്ട് കഴിപ്പിച്ച് ലേറ്റായി ഓൾറെഡി. പിന്നെ എങ്ങനെയൊക്കെയോ തത്തിപ്പെറുക്കി ഞങ്ങളെല്ലാവരും കൂടെ ഇന്നത്തെ രാവിലെ കഴിച്ചു.